അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹവസന്തം എന്ന ഈ ക്യാമ്പയിനിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ അവൻ്റെ സൃഷ്ടി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. അതിന് നിരവധിയായ ഉദാഹരണങ്ങൾ പരിശുദ്ധമായ ഖുർആനിലും ഖുദ്സിയായ ഹദീസുകളിലും തിരുനബിയുടെ തന്നെ ഹദീസു ഷരീഫിലും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അഷ്റഫുൽ ഖൽഖായി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ റസൂലിന് വേണ്ടിയാണ് ഈ കാണുന്ന പ്രപഞ്ചങ്ങൾ അഖിലവും പടച്ചത് എന്നതുവരെ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നാം ഓരോരുത്തരുടെയും നിലനിൽപ്പിനു തന്നെ ആധാരം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ഒരാളെ അല്ലാതെ മറ്റാരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ അവൻ്റെ മുൻകഴിഞ്ഞ 1,25,000 പരം വരുന്ന അമ്പിയാക്കളുടെ ചരിത്രം, അവരിൽ അല്പം പേരുടെ ചരിത്രം പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ അമ്പിയാക്കളിൽ ഉലുൽ അസ്മുകളുണ്ട്. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന അവൻ്റെ ഏറ്റവും മുഖറബീകളായിരിക്കുന്ന അമ്പിയാക്കളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അവരുടെയൊക്കെ സമൂഹം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ സമൂഹത്തിൽ ഇല്ലാത്ത നിരവധി പ്രത്യേകതകളാണ് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കനിഞ്ഞു നൽകിയിട്ടുള്ളത്. മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവർക്ക് അവരുടെ അമ്പിയാക്കളെ ധിക്കരിക്കുന്ന സമയത്ത് അമ്പിയാക്കൾ തിരിച്ചതിന് പ്രതിരോധിക്കുന്ന ഒരു രീതി പരിശുദ്ധമായ ഖുർആനിൽ നിരവധിയായ ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായിരിക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഇന്ന ലനറാക ഫീ ളലാലിൻ മുബീൻ. ഓ നൂഹേ, തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള ധാരണ താങ്കൾ വ്യക്തമായ വഴികേടിലാണ് എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായിരിക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പ്രതിരോധിച്ച് പ്രത്യുത്തരം നൽകുന്നത് യാ ഖൗമി ലൈസ ബി ളലാലത്തുൻ വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് മറുപടി നൽകിയതായി പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് തന്റെ സമുദായം പറയുന്നുണ്ട്, ഇന്നാ ലനറാക ഫീ സഫാഹത്തിൻ. ഓ ഹൂദ്, താങ്കൾ ഒരു വിഡ്ഢിയായിട്ടാണ് ഞങ്ങളുടെ അഭിപ്രായം, താങ്കൾ ഒരു വിഡ്ഢിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായമെന്ന് മഹാനായിരിക്കുന്ന ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തെ ആക്ഷേപിച്ച സമയത്ത് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്, യാ ഖൗമി ലൈസ ബി സഫാഹ വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ. ഏ സമൂഹമേ, എനിക്ക് യാതൊരു വിഡ്ഢിത്തരവുമില്ല, പക്ഷേ ഞാൻ എന്ന് പറയുന്നത് വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതി ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിലുടനീളം ഒരുപാട് തവണ നമ്മൾ പാരായണം ചെയ്തിട്ടുള്ളതാണ്. ഇന്നി ലഅദുന്നുക യാ മൂസാ മസ്ഹൂറ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിർഔൻ എന്ന് പറയുന്ന കിങ്കരൻ പറഞ്ഞത്, ഓ മൂസ, നിശ്ചയം താങ്കളെ ഞാനൊരു സിഹിർ ബാധിച്ചു, ആരോ എന്തൊക്കെയോ കൂടോത്രം ചെയ്ത് എന്തോ സിഹിർ ബാധിച്ചവരായിട്ടാണ് നിങ്ങളെ എനിക്ക് മനസ്സിലാകുന്നതെന്ന് ഫിർഔൻ പറഞ്ഞ സമയത്ത് മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി നൽകുന്നത് ഇന്നി ലഅദുന്നുക യാ ഫിർഔൻ മസ്ബൂറ എന്ന് മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി നൽകുന്നുണ്ട്, ഫിർഔനെ, നീ നിരാശമടഞ്ഞവൻ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന് മറുപടി നൽകുന്നുണ്ട്. ഇങ്ങനെ ഓരോ അമ്പിയാക്കളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോഴും ആ അമ്പിയാക്കൾ അവരുടെ സമൂഹത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ആ സമൂഹം അവരെ ആക്ഷേപിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ കൊല ചെയ്യുകയും പല അമ്പിയാക്കളെയും മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പല അമ്പിയാക്കളെയും
അവർ കൊലപാതകം വരെ ചെയ്ത ചരിത്രം ബനൂ ഇസ്രായേൽ അടക്കമുള്ള മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്കുണ്ട്. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് തന്റെ ഖൗമ തന്നെ ആക്ഷേപിക്കുന്ന സമയത്ത്, തന്റെ ഖൗമ തന്നെ അധിക്ഷേപിക്കുകയും ആട്ടിയോടിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് എങ്ങനത്തെ ഖൗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുവരെ അവർക്കിടയിൽ അൽ അമീനായി, സർവസമ്മതിതനായി, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ജീവിച്ചു പോന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുടുംബങ്ങളെയും അടുത്തവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മലക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു സൈന്യം, ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ ആ ഖൗം പറയുന്നുണ്ട്, ആ നബി റസൂലിന്റെ അടുത്ത കുടുംബങ്ങളടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്, നീ അൽ അമീനാണ് മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് റസൂൽ പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. ഈ ഒരു കാലത്തിന് ശേഷം, ഈ ഒരു ലോകത്തിന് ശേഷം ഇനിയൊരു ലോകം വരാനിരിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് സൽക്കർമ്മം പ്രവർത്തിച്ച് അല്ലാഹുവിൽ വിശ്വസിച്ച് എന്നിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ സ്വർഗമുണ്ട്, അല്ലാത്തവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് അതേ നാവ് കൊണ്ട് അതേ സദസ്സിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സമയത്ത് അവിടുന്ന് റസൂലിനെ ആക്ഷേപിക്കുവാനും അവിടുന്ന് റസൂലിനെ കല്ലെടുത്തെറിയുവാനും എല്ലാം തുനിഞ്ഞ മക്ക മുശ്രിക്കുകളായ ആളുകൾ, ആ മക്ക മുശ്രിക്കുകളായ ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മറുപടി നൽകാതെ ക്ഷമ സഹിച്ചുകൊണ്ട് ആ പറഞ്ഞ അല്ലാഹു പറയാൻ ഏൽപ്പിച്ച കാര്യം അതുപോലെ പറഞ്ഞു നിറവേറ്റിക്കൊണ്ട് എല്ലാം അല്ലാഹുവിലേക്ക് തവക്കുലാക്കുകയാണ്. തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്നുള്ള മഹത്തായിരിക്കുന്ന പദങ്ങൾ ഉരുവിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എല്ലാ കാര്യങ്ങളും അവിടുന്ന് അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അല്ലാഹുവാണ് ഇവർക്കുള്ള മറുപടി നൽകുന്നത്. പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലാ ഷാഇറുൻ മജ്നൂനാണ്, ഷാഇറുൻ മജ്നൂനാണ്, ഒരു ഭ്രാന്തനായ കവിയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് അവിടുന്ന് മക്ക മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. ഏതോ ഭ്രാന്തി പിടിച്ച കവിയെ പോലെ എന്തൊക്കെയോ പുലമ്പുന്ന വ്യക്തിയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആക്ഷേപിക്കുമ്പോൾ അവിടുന്ന് അവർക്കുള്ള മറുപടി കൊടുക്കുന്നത് മുൻപുള്ള പ്രവാചകന്മാരെ പോലെ ആ പ്രവാചകന്മാർ തന്നെയല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗി ലഹു, നാം ഒരിക്കലും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കവിതയെ പഠിപ്പിച്ചു കൊടുത്തില്ല. വമാ യൻബഗി ലഹു, അതിന് ആവശ്യവുമില്ല, അത് അവിടത്തേക്ക് ഉചിതവുമല്ല എന്നാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവാണ് മറുപടി നൽകുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന, അതിരറ്റ് സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ആരെങ്കിലും ആക്ഷേപ വാക്കുകളുമായി മുന്നിട്ട് വന്നാൽ നമുക്കിടയിൽ തന്നെ മാനുഷികമായിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, ഒരു പക്ഷേ അവൻ മറുപടി കൊടുത്തിട്ടില്ല എങ്കിൽ പോലും സ്നേഹിതയായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി നമ്മൾ മറുപടി കൊടുക്കാറുണ്ടല്ലോ എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഹബീബിനെ, അവിടുത്തെ ഖൗമ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ച സമയത്ത് അല്ലാഹുവാണ് മറുപടി കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഭ്രാന്തനാണ് എന്ന് മക്ക മുശ്രിക്കുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ സമയത്ത് അല്ലാഹു തആല മറുപടി കൊടുക്കുന്നുണ്ട്, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, അല്ലയോ പ്രവാചകരെ, അങ്ങയുടെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങ് ഭ്രാന്തനല്ല എന്ന് അല്ലാഹുവാണ് അവിടുന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഹബീബിനെ സ്നേഹിക്കുകയും അവിടുത്തെ ഹബീബിനെ വകവെച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നാം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? അല്ലാഹു തആല കാണിച്ചിരിക്കും, ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പരിപൂർണത കൂടാതെ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല, മറ്റെന്ത് ആരാധനകളും പൂർണ്ണമാവുകയില്ല. നിസ്കാരത്തിൽ അടക്കം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന പദപ്രയോഗം നടത്താതെ ഓ പ്രവാചകരെ, അല്ലാഹുവിന്റെ സ്വലാത്ത്, അല്ലാഹുവിന്റെ ഗുണം നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്ന് പറയാതെ നമ്മുടെ നിസ്കാരം ശരിയാകില്ല എങ്കിൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് അബൂലഹബ് മുന്നിട്ട് വന്നപ്പോൾ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പരിശുദ്ധമായ ഖുർആനിക വചനങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുന്ന രംഗങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമറ മുറിഞ്ഞവനാണ്,
അവിടുത്തെ ആൺമക്കളെല്ലാം വഫാത്തായി പോയ സാഹചര്യത്തിൽ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. മുഹമ്മദ് തലമുറ അറ്റുപോയവരാണ്. ആ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനിയൊരു തലമുറക്കുള്ള ആൺപിള്ളേരില്ല എന്ന് റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച സമയത്ത് അവിടുന്ന് അല്ലാഹുവാണ് മറുപടി കൊടുക്കുന്നത്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, നിങ്ങളെ ഇത്തരത്തിൽ വിദ്വേഷം പുലർത്തുന്ന ആ വ്യക്തിയാണ് തലമുറ മുറിഞ്ഞവൻ, അവനാണ് വാനറ്റവൻ. അബുത്തർ എന്ന് പറഞ്ഞാൽ വാനറ്റവൻ, തലമുറ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു അവിടുന്ന് മറുപടി കൊടുക്കുന്ന ഖുർആനിലെ വല്ലാത്തൊരു അനുരാഗത്തിന്റെ ഒരു ഉപമകൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അത് അനുഭവിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ, അത് പാരായണം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഈ തരത്തിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും അല്ലാഹുവും അവിടുത്തെ ഹബീബും തമ്മിലുള്ള പ്രണയത്തിന്റെ, അവർ തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു റസൂലിനെ വഴിപ്പെടാതെ അല്ലാഹു നമ്മെ സ്വീകരിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഹബീബിന്റെ ജന്മദിനം ആഗതമാകുമ്പോൾ അതിൽ സന്തോഷിക്കാതെ, അതിൽ ഒരു പ്രത്യേകതയും കാണാതെ മാറി നിൽക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെടുക എന്നാൽ അത് അല്ലാഹുവിനെ വഴിപ്പെടുന്നത് പോലെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വറസൂല എന്ന് തുടങ്ങി നിരവധിയായ ആയത്തുകളാണ്. വഅത്തിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഖുൽ അത്തിഉല്ലാഹ വറസൂല ഫഇൻ തവല്ലൂ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ എന്ന് നമുക്ക് കാണാം. മൻ യുതിഉർ റസൂല ഫഖദ് അത്വാഅ അല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക എന്നുള്ളത്, അവിടുന്ന് വഴിപ്പെടുക എന്നുള്ളത് അല്ലാഹുവിന് വഴിപ്പെടുന്നതിന് തുല്യമാണ്. കാരണം മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, അവിടുന്ന് ഒരിക്കലും കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മോട് ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം അല്ലാഹു വരച്ചിട്ട് അല്ലാഹു കാണിച്ചു തന്ന അതേ മാർഗത്തിലൂടെയാണ് ഹബീബ് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പകർത്തേണ്ട പാഠം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുക. നിരുപാധികമായ സ്നേഹം. രണ്ട് തരത്തിലുള്ള സ്നേഹമാണുള്ളത്. ഒന്ന് നിരുപാധികമായ സ്നേഹം, മറ്റൊന്ന് സ്വാഭാവികമായ സ്നേഹം. നമുക്കൊരാൾ ഒരു സഹായം ചെയ്തു തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ നമുക്ക് അയാൾക്കുണ്ടാകുന്നത് സ്വാഭാവികമായ സ്നേഹമാണ്. ഒരു പിതാവിന് മകനോടുണ്ടാകുന്നത് സ്വാഭാവികമായ സ്നേഹമാണ്. മറിച്ച് നിരുപാധികമായ സ്നേഹം എന്ന് പറയുന്നത്, അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്, അത് മാതാപിതാക്കൾക്ക് ഉണ്ടാകാറുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഗുണമല്ല. അത്തരത്തിൽ യാതൊരു ഇങ്ങോട്ടൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് അതിരറ്റ് സ്നേഹിക്കാൻ കഴിയുന്ന ആ ഒരു മനസ്സിനെയാണ് നിരുപാധികമായ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ നമ്മൾ പറയാറുള്ള, യാതൊരു ഉപാധികളുടെയും അടിസ്ഥാനത്തിലല്ലാതെയുള്ള സ്നേഹം എന്ന് പറയുന്നത്. അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് നമുക്കായാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിജയിച്ച അടിമകളുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.